ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്കിനകത്ത് ഒരു പുതിയൊരു പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മൾ ഈ വീഡിയോയിനകത്ത് ഫേസ്ബുക്കിൻ്റെ പേജിനകത്ത് എങ്ങനെ പോസ്റ്റ് ഇടണം, എങ്ങനെ ഫേസ്ബുക്ക് പേജ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ facebook.com എന്നുള്ള ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. റൈറ്റിൽ ടോപ്പിൽ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പോസ്റ്റ്, സ്റ്റോറി, റൂംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും പേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പേജ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് ഇൻഫർമേഷൻ, അതായത് ആ പേജിൻ്റെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര്, അതാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു പേര് ഞാൻ ഇപ്പോൾ TechTube by SreedharRam എന്നൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, പേജിൻ്റെ ഒരു കാറ്റഗറി, എന്തെങ്കിലും ഒരു കാറ്റഗറി, ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വരുന്നത്. കുറേ കാറ്റഗറീസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറി ചൂസ് ചെയ്യാം. ഓക്കെ, ആ കാറ്റഗറി ചൂസ് ചെയ്യാണ്. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഡിജിറ്റൽ ക്രിയേറ്റർ എന്നുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്യണം. നമുക്കത് കാറ്റഗറി എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് തൊട്ടടിയിൽ തന്നെ ഒരു ഓപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം താഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് പേജ് എന്ന ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൻ്റെ ഒരു പ്രിവ്യൂ വരുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ഇത് വരാൻ പോകുന്നത്, നമ്മുടെ പേജ് വരാൻ പോകുന്നതിനുള്ളൊരു ഒരു കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ കാണുന്നതായിരിക്കും. അതിനുശേഷം ക്രിയേറ്റ് പേജ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് പേജ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് താഴത്ത് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. യു ഹാവ് ടു ആഡ് ഇമേജസ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ ഒരു ബാനർ ഇമേജ്, പ്രൊഫൈൽ പിക്ചറും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തൽക്കാലം ഒരു പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ഒരു പ്രൊഫൈൽ പിക്ചർ തന്നെ ഇതിനകത്തേക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം താഴെ ഒരു കവർ ഫോട്ടോ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ കവർ ഫോട്ടോയും ഞാൻ സെയിം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന സെയിം കവർ ഫോട്ടോ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് പുതിയത് ഉണ്ടാക്കി ഏത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രിവ്യൂ, നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്താലും അതിനൊരു പ്രിവ്യൂ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം അത് സേവ് ചെയ്യുക. ഓക്കെ, സേവിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേജ് ക്രിയേറ്റ് ആയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും വേറെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോളോ ബട്ടൺ, നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിനകത്ത് വരുന്ന ഒരു ഫോളോ ബട്ടണാണ് ആഡ് ചെയ്യാന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് എഡിറ്റ് ഫോളോ കൊടുക്കുക. അതിനുശേഷം ഫോളോ ബട്ടൺ ഏത് വേണം, നമുക്ക് വേണമെങ്കിൽ ഫോളോ ബട്ടൺ കൊടുക്കാം, കോൾ നൗ കൊടുക്കാം, കോൺടാക്റ്റേഴ്സ് കൊടുക്കാം, സെൻഡ് മെസ്സേജസ്, വാട്സാപ്പ് മെസ്സേജസ്, ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഫോളോ ബട്ടണാണ് എനേബിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അത് ഫോളോ ബട്ടൺ കാണാൻ പറ്റുന്ന ന്യൂ ബട്ടൺ ഹാസ് ബിൻ ആഡഡ്. ഓക്കെ, അപ്പോൾ ഫോളോ ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനലിന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിന് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ facebook.com/ അങ്ങനെ അടിക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലം നമ്മുടെ ചാനലിൻ്റെ കസ്റ്റം URL, ഓക്കെ, ഈ സെയിം കസ്റ്റം URL തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. TechTube by SreedharRam എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പ്രിവ്യൂ അപ്പോൾ തന്നെ അവിടെ മോളിൽ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ക്രിയേറ്റ് യൂസർ നെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ എടുക്കുന്നുണ്ടെങ്കിൽ facebook.com/ TechTube by SreedharRam എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കിട്ടും. അല്ല, ആരെങ്കിലും എന്നെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ @TechTube by SreedharRam എന്ന് ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് വന്നത്, FB ചാറ്റിൻ്റെ ഏതാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഏതാണെന്നൊക്കെയുള്ള ഒരു ലിങ്ക് നമുക്ക് അവിടെ ഓൾറെഡി താഴത്ത് കാണുന്നുണ്ടാവും. അത് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചു. നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനൊക്കെ കൂടെ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിനൊക്കെ നോക്കി കാണാൻ പറ്റും. TechTube by SreedharRam എന്നുള്ള യൂസർ നെയിമും അതിൻ്റെ ട്യൂട്ടർ ഓർ ടീച്ചർ എന്നുള്ള ഒരു ടാഗ് മാറ്റി നോക്കിയതാണ്. ഓക്കെ, ഇനി നമ്മുടെ ചാനൽ പേജിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ടോ എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനും പ്രിവ്യൂയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ യൂസർ നെയിം വെച്ചിട്ട്, അതായത് facebook.com/ TechTube by SreedharRam എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ യൂസർ കാണുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിനൊരു ഫോളോ ബട്ടൺ ഉണ്ടാവും. ആ ഫോളോ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഫോളോ ബട്ടൺ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതും ഇത് വരുന്നത്. ഇനി എൻ്റെ സെറ്റിംഗ്സ് വേറെ എന്തെങ്കിലും എഡിറ്റ് ഫോളോ ബട്ടൺ, വീണ്ടും നമ്മുടെ ചാനലിൻ്റെ സെറ്റിംഗ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എഡിറ്റ് ഫോളോ ബട്ടൺ കൊടുക്കണമെങ്കിൽ എഡിറ്റ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ബുക്ക് നൗ, കോൾ നൗ, കോൺടാക്റ്റേഴ്സ്, ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്.
ഇനി നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സെറ്റിംഗ്സിനകത്ത് ഹോം പേജിനകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓവർ വ്യൂ, ഫോളോവേഴ്സ്, ആഡ്സ്, ലൈക്സ്, പേജ് വ്യൂ, ആക്ഷൻ പേജ്, പോസ്റ്റ്, സ്റ്റോറീസ്, മെസ്സേജസ്, കുറേ സെറ്റിങ്സ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനകത്ത് ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് ആഡ്സ് എന്ന ഓപ്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനകത്തുള്ള ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ പേജിനകത്തുള്ള ഏതെങ്കിലും വീഡിയോസ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് ആ വക സെറ്റിങ്സ് എല്ലാമാണ് ആഡ്സിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പറ്റിയുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ക്രിയേറ്റീവ് സ്റ്റുഡിയോൻ്റെ അകത്താണ് നമുക്ക് വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും വീഡിയോൻ്റെ ടംബ്നെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ള ആ പേജിനകത്താണ്. അപ്പോൾ ആ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നൊരു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പേജ്, ഇതുപോലെ ഒരു പേജായിരിക്കും വന്നിരിക്കുന്നത്. നമ്മൾ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിനകത്ത്, നമ്മുടെ എത്ര വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്, എത്ര വ്യൂ വന്നിട്ടുണ്ട്, എത്ര ലൈക്ക്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ക്രിയേറ്റീവ് സ്റ്റുഡിയോൻ്റെ അകത്തായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ അത് നമ്മുടെ ഫേസ്ബുക്ക് പേജിനെ പറ്റിയുള്ള എല്ലാ ഓവർവ്യൂവും നമുക്ക് ഈ പർട്ടിക്കുലർ ഒരു ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ള പേജിനകത്ത് കിട്ടുന്നതായിരിക്കും. ഇനി ആ ക്രിയേറ്റീവ് സ്റ്റുഡിയോൻ്റെ ലെഫ്റ്റ് സൈഡ് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് എ പോസ്റ്റ്. നമുക്ക് ഏതെങ്കിലും നമ്മുടെ പേജിനകത്തേക്ക് ഒരു പുതിയ വീഡിയോസോ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ലൈവ് പോകണമെങ്കിലോ നമുക്ക് ഏതെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യണമെങ്കിലോ എല്ലാം ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ക്രിയേറ്റ് എ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്താണ്. ആ ക്രിയേറ്റ് എ പോസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറീസ് ആഡ് ചെയ്യാനായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാനായാലും ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായാലും എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് വീഡിയോ കൊടുക്കുകയാണ്. അപ്ലോഡ് വീഡിയോ കൊടുത്തിട്ട് നമ്മുടെ ചാനലിൽ അതിപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെയാണ്. ഏതെങ്കിലും ഒരു വീഡിയോ ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്തും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റിംഗ് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ആ വീഡിയോ അപ്ലോഡ് ആവാനായിട്ട് കുറച്ച് നേരം എടുക്കും. ഇതിൻ്റെ നമ്മൾ ഫോണിൽ നിന്ന് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യണമെങ്കിലും കുറച്ച് നേരം എടുക്കുന്നത് അപ്ലോഡ് ആവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പേജായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മുകളിൽ ആദ്യം ഒരു ഇൻട്രോ ഫസ്റ്റ് ടൈം സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. ആദ്യം നമുക്ക് കൊടുക്കുന്നത് ടൈറ്റിലാണ്. ആ വീഡിയോയ്ക്ക് ഒരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് ആ വീഡിയോയ്ക്ക് ഒരു പറ്റിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ആ ഡിസ്ക്രിപ്ഷൻ നേരത്തെ മുമ്പ് യൂട്യൂബിനകത്തൊക്കെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ വീഡിയോനെ പറ്റിയൊരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വേറെ ചാനൽ വീഡിയോസിലേക്കുള്ള ലിങ്കുകൾ, ഹാഷ്ടാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിൻ്റെ തൊട്ടടിയിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ടാഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ടാഗ്സിനകത്തും നമുക്ക് കുറച്ച് ടാഗുകൾ കൊടുക്കാവുന്നതാണ്. നമ്മുടെ യൂട്യൂബിനകത്ത് കൊടുക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ ടാഗുകളും ഇവിടെ കൊടുക്കാവുന്നതാണ്. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് ഈ ഒരു ടാഗ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടായാലും ആ ഒരു ലിസ്റ്റ് ഓഫ് ടാഗുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻസ് വരുന്നത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്യാപ്ഷൻസ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, തമ്പനെയിൽ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ തമ്പനെയിൽ കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ തമ്പനെയിൽ നിന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആ തമ്പനെയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂട്യൂബിനകത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് തമ്പനെയിൽ കൊടുക്കുന്നത് ഏകദേശം തന്നെയാണ് സെറ്റിങ്സ് വരുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ആഡ് തമ്പനെയിൽ അല്ലെങ്കിൽ ആഡ് ഇമേജ് എന്നുണ്ടെങ്കിൽ പുറമേ നമുക്ക് ഓൾറെഡി ഡിസൈൻ ചെയ്ത ഒരു തമ്പനെയിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോ ഫ്രെയിം ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതായത് ചെറിയ പ്രീവ്യൂ പോലെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തമ്പനെയിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു തമ്പനെയിൽ ഞാൻ ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടർ സേവ് ചെയ്ത് വെച്ചായിരുന്നു തമ്പനെയിൽ എടുക്കുന്നു. ആ തമ്പനെയിൽ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പോൾസ് സെറ്റ് ചെയ്യാം, ട്രാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടാഗുകളോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. വീഡിയോ ഫ്രെയിം നേരത്തെ പറഞ്ഞ പോലെ തമ്പനെയിൽ ശേഷം നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ പബ്ലിഷ് ചെയ്യണോ, ലൈവായിട്ട് പബ്ലിഷ് ചെയ്യണോ, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിലേക്ക് വിടണോ, അലോ എംബഡിങ് വേണോ എന്നുള്ള ഓപ്ഷൻസൊക്കെ അവിടെ ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ എംബഡിങ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. എന്നാൽ അതിൻ്റെ ഓവറോൾ SEO ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രീൻ ചെക്ക് മാർക്ക്, റെഡ് ചെക്ക് മാർക്കായിട്ട് റൈറ്റ് സൈഡിലും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, പ്ലേലിസ്റ്റ് ഏതെങ്കിലും കൊടുക്കണോ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി അതുപോലെ നമുക്ക് മുമ്പ് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി വേറെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേജസ് ഉണ്ടെങ്കിൽ ആ പേജിലേക്കും ഇത് ഷെയർ ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പബ്ലിഷ് കൊടുക്കുക. നമ്മുടെയൊക്കെ പേഴ്സണലായിട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യുക. അതിനുശേഷം പബ്ലിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനകത്ത് നമ്മുടെ ഇതിൻ്റെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയുടെ അകത്ത് പോസ്റ്റിനകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.
നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത വീഡിയോ നമ്മളിപ്പോൾ നമ്മുടെ പേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ആ പേജ് ജസ്റ്റ് വേറൊരു അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്ത ശേഷം പേജ് നോക്കുമ്പോൾ സമയത്ത് നമുക്ക് കാണുന്നത് അതുപോലെ ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മുടെ പേജ് ഇട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഈ സെയിം സംഭവം തന്നെ നമ്മുടെ ഫോണിനകത്തും അവൈലബിൾ ആയിരിക്കും, ഇമ്മീഡിയറ്റ് തന്നെ അവൈലബിൾ ആയിരിക്കും വരുന്നത്. അതിൻ്റെ പ്രിവ്യൂ അപ്പോൾ നമുക്ക് അത് എത്ര ലൈക്ക് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നോർമൽ ഫേസ്ബുക്ക് പേജ് പോലെ തന്നെ കാര്യങ്ങളെല്ലാം കാണുന്നതായിരിക്കും. ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൻ്റെ സെറ്റിങ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് പേജ് ഇൻഫോ എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേജിൻ്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റണം, അതിൻ്റെ യൂസർ നെയിം മാറ്റണം, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ മാറ്റണം, കാറ്റഗറി മാറ്റണം, ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പേജിനെ സംബന്ധിക്കുന്ന എന്ത് ഡീറ്റെയിൽസ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിലും ആ എഡിറ്റ് പേജ് ഇൻഫോനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എഡിറ്റ് പേജ് അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൺട്രി സിറ്റി ആഡ് ചെയ്യാം, കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അവിടെ ഓൾറെഡി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഷോപ്പ് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് പർച്ചേസ് ചെയ്യാണ്ടെങ്കിൽ ആ പർച്ചേസിങ്ങിൻ്റെ അങ്ങനെ എന്തെങ്കിലും പർച്ചേസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് എഡിറ്റ് പേജ് ഇൻഫോ എന്നുള്ളതാണ്. നിങ്ങൾ മെയിനായിട്ട് ഇവിടെ ആവശ്യം വരുന്നത് വെച്ചെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പേജിൻ്റെ പേര് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോൺടാക്ട് ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക വേറെ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ, ഇപ്പോൾ യൂട്യൂബ് അല്ലാണ്ട് യൂട്യൂബ് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നതിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ അതർ അക്കൗണ്ട്സ് എന്ന ഓപ്ഷനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ചൂസ് ചെയ്യാം. അത് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ ലിങ്കാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ യൂട്യൂബ് ആ ഡ്രോപ്പ് ഡൗൺ അത് യൂട്യൂബ് എന്ന് കൊടുത്തു പബ്ലിഷ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ പേജിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓക്കെ. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പോസ്റ്റിനകത്ത് ഞാനിപ്പോൾ വേറൊരു ഇമെയിൽ ID യിലാണ്, വൈഫിൻ്റെ ഇമെയിൽ ID യാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. ആ ഇമെയിൽ ID യിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു ആൾക്ക് നമ്മുടെ പോസ്റ്റിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പേജിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പോസ്റ്റിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാളും നമ്മുടെ പേജിനകത്തേക്ക് പോസ്റ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ആ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ടെസ്റ്റ് പോസ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ആ ടെസ്റ്റ് പോസ്റ്റ് ഇനി ഇതുപോലെയുള്ള ടെസ്റ്റ് പോസ്റ്റുകളൊന്നും വേറെ ആരും, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന ആർക്കും നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതിന് നേരെ നമ്മുടെ ചാനലിനകത്ത് ചാനലിനകത്ത് ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചാനൽ പേജിനകത്ത് ലോഗിൻ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ താഴത്തുള്ള സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പേജ് വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും പേജ് കാണാൻ പറ്റുന്നത്, പബ്ലിക്കിന് എല്ലാവരും കാണാൻ പറ്റുന്നത്, അത് നമ്മൾ ഇൻവിറ്റേഷൻ അയക്കുന്ന ആൾക്കാർക്ക് മാത്രം മതിയോ. ഓക്കെ, വിസിറ്റേഴ്സ് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വിസിറ്റേഴ്സ് പോസ്റ്റിനകത്താണ് നമ്മൾ നേരെ ഈ പറഞ്ഞ വേറെ ആരെങ്കിലും നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ മാത്രം പോസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഒക്കെ അതായത് വിസിറ്റേഴ്സ് പോസ്റ്റിനകത്ത് ഡിസേബിൾ പോസ്റ്റ് ബൈ അതർ പീപ്പിൾ ഓൺ ദിസ് പേജ്, അതായത് ആ ഓപ്ഷൻ ചെക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആർക്കും നമ്മുടെ പേജിനകത്തേക്ക് പോസ്റ്റിംഗ് ഇടാൻ പറ്റുന്നില്ല. ഓൾറെഡി അഡ്മിൻസിന് മാത്രമായിരിക്കും അല്ലെങ്കിൽ പേജ് ക്രിയേറ്റ് ചെയ്ത ആരാണോ ആൾക്ക് മാത്രമായിരിക്കും പോസ്റ്റ് ഇടാനുള്ള അനുവാദം ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ ആ ചാനലിനകത്ത് ഇപ്പോൾ വേൾഡിന് മുമ്പ് ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റിങ്സ് എല്ലാം അവിടുന്ന് പോവുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ആവശ്യം വരുന്നത്. ഇനിയും അതിൻ്റെ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത നമ്മുടെ പേജിനകത്ത് നേരത്തെ ഒരു ടെസ്റ്റ് പോസ്റ്റ് നമ്മൾ ഇട്ടിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ടെസ്റ്റ് പോസ്റ്റ് അവിടെ കാണുന്നില്ല. കാരണം നമ്മൾ ഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പോസ്റ്റിംഗ് ഡിസേബിൾ ചെയ്തേക്കാണ് നമ്മുടെ ചാനലിനകത്ത്. ഇനി ഓൾറെഡി നമ്മുടെ അഡ്മിൻ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പേജിൻ്റെ ഓണർ ആരാണോ ആ ഓണർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിങ്സ് മാത്രമായിരിക്കും നമ്മുടെ പേജിനകത്ത് ഡിസ്പ്ലേ ആകുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ വേറെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. വീണ്ടും നമ്മുടെ സെറ്റിങ്സിൽ തന്നെ ചെല്ലാം. ആ സെറ്റിങ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പേജിൻ്റെ സെറ്റിങ്സ് അലൈൻമെൻറ്റ് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ പേജിൻ്റെ സംബന്ധമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണമെങ്കിലോ എല്ലാം കുറേ സെറ്റിങ്സ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോസ്റ്റ് വിസിബിലിറ്റി, പേജ് മോഡറേഷൻ, ഏജ് റിസ്ട്രിക്ഷൻ, സജസ്റ്റഡ് പേജസ്, ഈ വക കാര്യങ്ങളെല്ലാം അതുപോലെ ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ചെക്ക് ഡൗൺ ആണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് വായിച്ച് നോക്കി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഡൗട്ട് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഏത് പർട്ടിക്കുലർ പോർഷനാണ് ഡൗട്ട് ഉള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുറേ സെറ്റിങ്സ് ഉണ്ട്, നിങ്ങൾ നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സംബന്ധമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.